നിന്റെ സറ വാശിയോ എല്ലാരും നിനക്ക് എഴുതി തരാം. ലോകം മുഴുവൻ നിന്റെ ആക്കി തരാം. ലോകം മുഴുവൻ ടീം കിൽ 10 എടുത്താൽ 20 റിഡിൻ സർവീസ്. ഓക്കെ ഓക്കെ ഓക്കെ. നീ ആദ്യം നിന്റെ വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞി മേടിച്ചു കൊടുക്ക്. എന്നിട്ട് അണ്ണന്മാർക്ക് സ്വർണ്ണം കൊണ്ട് കൊടുക്കാൻ. സത്യം ആ ഒരു വണ്ടി എടുത്തു വെച്ചാൽ അവരെ ഇപ്പൊ സമാധാനം ഇല്ല. എന്റെ അച്ഛനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അത് കാരണം ഇവന്റെ അച്ഛൻ ഓവർ ടൈം ഡ്യൂട്ടിക്കൊക്കെ ഫിനാൻസ് അടയ്ക്കാൻ. സത്യം പുള്ളി ഡെയിലി മൂന്ന് സ്ഥലത്തൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ 20 ലക്ഷം രൂപയുടെ കാർ 50,000 രൂപയ്ക്ക് ബുക്ക് ചെയ്തിട്ടേ ഫസ്റ്റ് യങ്ങസ്റ്റ് പറഞ്ഞ് ഇറക്കി. അങ്ങനെ രാപ്പകല് പടിക്ക് സീസ എടുത്തോണ്ടിരിക്കണ. അപ്പൊ അമ്മേനെ പണിക്ക് വിടുന്നു. ഇപ്പൊ അമ്മേനെ നഴ്സായിട്ട് ജോലി ചെയ്തോണ്ട് അമ്മയെ ജോലിക്ക് വിടുന്നു. പുള്ളിയെ ജോലിക്കൊന്നും വിടുന്നില്ല. പുള്ളിക്ക് ഒരു വർക്ക് ഫ്രം ഹോം സെറ്റ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് റൈറ്റിംഗ് ജോബ് സെറ്റ് ചെയ്ത് കൊടുത്തത്. പോയടല്ലേ തിരിച്ച് ആളെല്ലാം നിർത്തി വന്നതല്ലേ? നീ പറഞ്ഞു തിരിച്ചു വിടുന്നല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ നോക്കോളാം അച്ഛാ, കുടുംബം ഇനി എന്റെ തലേന്നൊക്കെ പറഞ്ഞു വെച്ചാ അടുത്ത പ്രാവശ്യം വിസ വരും അപ്പ പോവാ. അച്ഛൻ എല്ലാ മാസം അയക്കുന്ന പൈസക്ക് ഞാൻ കുടുംബം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ജോലിക്ക് വിട്ടു. അതല്ല തലയിരിക്കും പാലാടുന്നല്ലേ, തലയിരിക്കും പാലാടുന്നത്. എടാ എന്തൊരു മനുഷ്യരാടാ നീയൊക്കെ. എന്തൊക്കെ പഴഞ്ചൊല്ലികളാ അവരുടെയൊക്കെ അച്ഛന്മാരെയൊക്കെ പറ്റിക്കുന്നു നോക്കിയാണ്. സത്യം അണ്ണാപ്പിള ഒരു പാവമാണ്. സത്യം പറ ഇവ അച്ഛൻ എടാ നമ്മളൊക്കെ സാധാരണ അച്ഛന്മാരടുത്ത് അമ്മമാരത്തൊക്കെ പറയുള്ളൂ. അമ്മ എനിക്ക് ഇത്തിരി വെള്ളം മറ്റേ ജ്യൂസ് ചായ ഇതാ ഉണ്ടെന്നൊക്കെ പറഞ്ഞ. ഇവ അച്ഛൻ്റെ അടുത്താണ് പറ അച്ഛ മുട്ട പൊരിച്ചോണ്ട് വാ, അച്ഛ എനിക്ക് ഓംലെറ്റ് ഇതാ, അച്ഛ എനിക്ക് മറ്റേ ചായ ഇതാ, ഹോർലിക്സ് ഇതാ. എനിക്ക് പേടിക്കാനുള്ള എനിക്കിപ്പോ ചോദിക്കാനുള്ള ധൈര്യമില്ല. എനിക്ക് ധൈര്യമില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എത്തിരി ആയിട്ട് തരുമോന്നു. എന്റെ വൈബ് തന്നെയാണ്, ഞങ്ങള് ഭയങ്കര വൈബാണ്. എന്റെ അച്ഛൻ വൈബൊക്കെയാണ്. പക്ഷെ ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറയാറില്ല. എനിക്കത് അത് എനിക്ക് നമുക്ക് ഒരു ധൈര്യം വരത്തില്ല. എല്ലാടാ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് സത്യം അതെനിക്ക് പറ്റത്തില്ല. കാരണം ഭയങ്കര ഒരു കൊച്ചിലെ തൊട്ട് ഞാൻ അങ്ങനെ എന്റെ കൂടെ പുള്ളി അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. മനസ്സിലായ എനിക്ക് പപ്പയോട് പറയാൻ ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. 18 വയസ്സായപ്പോ അച്ഛനും നാട്ടിൽ ഒന്ന് സെറ്റിൽ ആയത്. ട്രീറ്റ്മെന്റ് നാട്ടിൽ ഒന്ന് സെറ്റിൽ ആയത്. എടാ പുണ്ടച്ചി എന്നെ അമ്മ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ പപ്പയെ കാണുന്നത് 5 വർഷം കഴിഞ്ഞിട്ട്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ അച്ഛനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 13 വയസ്സുള്ളപ്പോഴാണ് പിന്നെ എന്റെ അച്ഛനെ കാണുന്നത്. ഈ 2 ഇന്റർവെല്ലിൽ മാത്രമേ പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. മനസ്സിലായോ? അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങേര്. വണ്ടി എടുത്തിട്ടോ? ഞാൻ വണ്ടി എടുക്കും. എടാ നിങ്ങളെ കണ്ണ് ഏതൊക്കെയാണെന്ന് പറയോ? എന്റെ ഓഗും കാർണേന്റേലും. നിന്റെ എന്റെ M4-ഉം M8 ഉള്ളതാണ്. സെറയുടെ എന്തിനാണ്? എന്തിനാണ് എത്തുണ്ടല്ലേ? പറ. കിട്ടുന്നില്ല, ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇന്ന് നോളയം പുഴുവിനെ പോലെ നോളായിരുന്നു അവിടെ ഇരുന്ന്. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ പോക്കോ. അതാകുമ്പോ ഫ്രണ്ടിൽ പോകാം. ഇവനെ എന്നിട്ട് എവിടെ എടുത്ത് ഇവനെ ഒരു കളി കയറ്റാം. അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ പബ്ജി എടുത്തിട്ട് ഫൈനൽസ് കളിക്കണമല്ലേ ഇനി? കണ്ണാപ്പി പണ്ടേ ഒരു മുണ്ടച്ച് കാണുന്നു. മോഡറേറ്റേഴ്സിനൊക്കെ എന്തൊരു മതിപ്പം നോക്കിയാണ് അതിനെ കുറിച്ച്. അപ്പൊ അതിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് എന്തിനായിരിക്കും പറയുന്നത്? ചോക്ക് മോഡറേറ്ററൊക്കെ കേട്ടോ പറയുന്നത്. ഇവിടെ കഴിക്കുക എന്തിനാണ്? ഊണാണോ? ഊണ് മീൽസ് ചോറും സൽക്കാരം. ചോറും ബീഫ് BDF. അതിവിടെ അടുത്ത് ഗ്രേറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് മലയാളി റെസ്റ്റോറന്റ് ഉണ്ടാവും.
സ്നൈപ്പർ നീ എന്തൊരു ഫോട്ടോ ഒക്കെ അയച്ചത്? ചോറിന്റെ കൂടെ നല്ല വീഡിയോ പോയി പിന്നെ എന്തിനാണ് വീഡിയോ പോയിരിക്കുന്നത് നീ? വീഡിയോ പോയിക്കുന്നത് ഞാനത് കഴിഞ്ഞിട്ട് നോക്കാം. ആണല്ലേ? ചോറിന്റെ കൂടെ നല്ല വീഡിയോ പോയി കേട്ടോ. ഓ കഴിക്കും ചോറിനോട് വീഡിയോ പോയിരിക്കുന്നത് എന്ത് പ്രശ്നം? നല്ല പൊരിച്ച ആണോ? നല്ല ഞാനിതുവരെ കഴിച്ചിട്ടില്ല. നീ കഴിക്കാത്ത ഒന്നും വേറെ കഴിച്ചുകൂടുന്നുണ്ടോ? നെയ്ച്ചോറും നീ ആര് ഇവിടത്തെ മറ്റേ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മെയിൻ ആളാ? അല്ലല്ല. നീ പറയുന്ന പോലെ കഴിക്കാവൂ, നീ പറയുന്ന പോലെ ആക്കി ഉറങ്ങാവൂ. ബ്രോ ഡയറ്റ് തന്നെയാണ് എനിക്ക്. പക്ഷെ റൈസിന് ക്വാണ്ടിറ്റി ലിമിറ്റ് ഉണ്ട്. ഇനി മറ്റേ വെയിങ് ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗ്രേറ്റ് പൗഡർ വിളിച്ച് പറയും. അപ്പൊ അവരനുസരിച്ച് കൊടുത്തുള്ളൂ. അത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും റൈസ്. അപ്പൊ എല്ലാം ഇച്ചിരി കഴിക്കത്തുള്ളൂ. വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ ഞാൻ ഒരു 6-7 കിലോ കുറച്ചു. എത്ര കിലോ ഉണ്ടായിരുന്നാ? എല്ലാം അറിയണം. 76 ഉണ്ടായിരുന്നു, ഞാൻ 68 ആയി. കണ്ണാപ്പിക്ക് അതീത് വെയിറ്റ് ഉണ്ട്. എനിക്ക് 80 കിലോ ഉണ്ട്. നീ ഇപ്പൊ ഒരു പൊണ്ണച്ചനായി വന്നുള്ള കാര്യം പോലെ. നിന്റെ ശരീരത്തിന് കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. ഉള്ള കാര്യം പറഞ്ഞ കൊഴുപ്പ് ശരീരമാണ് നിന്റെത്. ഞാൻ വെയിറ്റ് കുറച്ചായിരുന്നു, പക്ഷേ ജിമ്മ് പോയിട്ട് ആണോ? നിനക്കൊക്കെ 80 കിലോയിലും ആയാലല്ലേ എനിക്കൊരു വിഷം പറ്റൂടാ. കാരണം നീക്ക് അതിനും വേണ്ടി തിന്നുന്നുണ്ട്, മനസ്സിലായില്ലേ? വായിക്ക് റെസ്റ്റ് കൊടുക്കാതെ തിന്നുന്നുണ്ട്. മറ്റേ ബുള്ളറ്റൊക്കെ ഷുഗർ ഒന്നും ചാവേണ്ട പയ്യനാണ്, മനസ്സിലായില്ലേ? മറ്റേ വായിൽ പറ്റില്ല സാമാന്യത്തിന് പേരെന്താണ്? ചോക്കി കൊളസ്ട്രോൾ വന്നാൽ സീനില്ല. ഈ ഷുഗർ വരുന്നുണ്ടല്ലോ, അത് മൂഞ്ചിപ്പോവും ലൈഫ്. ഇവനൊക്കെ പഞ്ചാര മെൽറ്റ് ചെയ്ത് കുടിക്കുന്നവനാണ് ഇവനൊക്കെ. എന്തൊക്കെ കൺട്രോൾ ചെയ്താലും ഷുഗർ കൺട്രോൾ ചെയ്യണം. ഞാൻ ഇപ്പൊ ഷുഗർ കട്ടാ. ഷുഗർ കട്ട്? എന്തൊരു ഷുഗർ കട്ട്? നീ ഇന്നേ വരെ നീ ഒരു ഷുഗർ കട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഷുഗർ കട്ടാണ് കുറെ ആളായിട്ട്. ഷുഗർ കട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കണ്ണാപ്പി. ഷുഗർ കട്ടൊന്നും ചെയ്യേണ്ട ഇവിടെ നമുക്കൊരു ഫൈറ്റ് എടുക്കാം. സാധനങ്ങളാ. ഫേസ് ഫാറ്റ് പറയാനായിട്ട്. ജോലി ഒന്ന് കളിക്കാത്ത നിനക്കാണ് ഈ ജോലി. ന്യൂ ചെയ്തോണ്ടിരുന്നാ മതി. നാക്കുണ്ടല്ലോ, നാക്ക് ഇങ്ങനെ അതവൻ ചെയ്യാറുണ്ട്. ഇപ്പൊ സ്ത്രീ വരാത്തതാണ് സത്യം. പക്ഷെ കൂടെ ഒരു മാമനോട് വേണം, കൂടെ ഒരു മാമൻ വേണം. ആരെങ്കിലും ഒരാളുണ്ടാവും എപ്പോഴും വൈകുന്നേരം. ഇപ്പൊ നീ അങ്ങനെയാണല്ലേ കുടുംബത്തിനെ പോറ്റു പറഞ്ഞത്. ഓ ഫ്രണ്ടിലാളെ ഇവിടെ ആളെ രണ്ട് വണ്ടി ഇടക്കും. ചാടി ഇറങ്ങി പറത്തടിക്കോ? ഇത് മരിച്ചു കേട്ടാ. ഫുഡ് കഴിക്കാനുള്ള ആക്രമണത്തിൽ കൂടുതലായിരുന്നു. ഓക്കെ അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന പോയി. എന്നെ തോക്കലുണ്ടായില്ല. അണ്ണ അടുത്ത പുറത്തുണ്ടേ, അയച്ചത് അവനോടെ ഉള്ളു. രണ്ടുപേരുണ്ടോന്ന് മോളിലേക്ക് ബോംബ് ഗ്രനേഡ് സംതിങ്. എന്റെ ബാക്കി വന്ന് ചോറടിക്കാൻ അവൻ ചാട്. വേണ്ടിട്ടായിരുന്നു. ആ വണ്ടി നോക്കി. എടാ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. നീ എവിടെ പോയി? വെളിയിറങ്ങി പോയാ? ഇല്ല അവൻ റൂഫിൽ മറ്റേ ജമ്പ് ചെയ്ത്. അവിടെ അടിയാണ്, അവിടെ ഫൈറ്റ് ആണ്. സാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാനും കൂടെ വരാൻ. അത്രയേ ഉള്ളൂ. അയ്യോ തൊട്ട് ഒരുത്തനോട് ഉണ്ടോ? ആ റിഫ്ലക്സ് ഒക്കെ അടുത്ത് പിടിക്കാൻ നോക്കിയതൊക്കെ കിട്ടിയില്ല. ട്രാൻസ്മിറ്റർ ഉണ്ട് ഫ്രണ്ടിലത്തെ. ചോറ് ആള് കഴിച്ചു. എത്ര ഉള്ളൂ? നമ്മളിപ്പം
ബാക്ക് ഓൺ ട്രാക്ക് ആണ്, നമ്മള് സെറ്റായി വരുവാണ്. എന്നെ മതിലെ കൊണ്ട് ഇരുത്തി, നീ അവിടെ ഇരിക്കടാ. അത് ഞാൻ പറഞ്ഞില്ല, അത് ചോറ് കഴിക്കാൻ വേണ്ടിട്ടാണ്, അത് ചോറ് കഴിക്കാൻ വേണ്ടിട്ടാണ് കൺഫേം. എവിടെയാണ് ഏത് കൺട്രി? അല്ല പൊരിച്ച PDF ആ, കൊണ്ട് എന്റെ വെച്ചപ്പോഴേ നിന്റെ പെട്ടിലാണോ ഉള്ളത്? എന്റെ പെട്ടിയുടെ ഫ്രണ്ടിൽ ഒരു പെട്ടി. ആ അതെ. ഈ പെട്ടിലുണ്ടാ? ആ ആ ആ ഉണ്ട്. ഇതൊക്കെ എപ്പൊ കണ്ടു ഇതിന്റെ ഇടയില്? ചാവതയുടെ ഇടയിൽ ഇത് കണ്ടുപിടിച്ചെന്നുള്ളതൊക്കെ കഴിവ് തന്നെ. എടുക്കാൻ എവിടെയാണ്? ചോറ് കഴിക്കാൻ അത് ഈ കേട്ടോ, ഇങ്ങള്- മറ്റേത് ഞാൻ. അല്ല ഇത് നീ അല്ല. ആ നീ ഞാനല്ലേ, അത് ഞാനാണ്. ഐ, ഓക്കെ, എല്ലാവരും കിട്ടി. അങ്ങോട്ട് ഇനി ചേർന്ന് കണ്ണീരൊന്നും വേണ്ട. സരക്കിന് വിഷമം വരുമ്പോ ഞാൻ ഇങ്ങനെ വരും. മിന്നും നെഞ്ചൊടുക്കിൽ. അതൊരു ചെറക്കൊന്നും പപ്പായ സ്നേഹമില്ല. ഓ 4 സെക്കൻഡ്. ഇപ്പൊ പാടിയത് പണ്ടൊരു സാറ ഉണ്ടായിരുന്നു. താളമില്ല. ഓ എന്റെ ഇൻസ്റ്റന്റ് റീകോള് ഇതൊക്കെയാണ്. ഈകളിപ്പോ പോകേട്ടാ. ഈകള് പോയി കേട്ടാ. ഞാനാ പൂമരത്തിൽ. ഈകള് പോയേട്ടാ, ഈകളെ ചോറുമായിട്ട് പോയി. ഈകള് സോണിന്റെ അറ്റത്തോട്ട് ഓട്. ഞാൻ നോക്കുമ്പോ ഒറ്റ കുത്ത്. ഞാൻ ഇവിടെ നിർത്തുന്ന അണ്ണ നിർത്തി എവിടെ നിർത്തുന്ന? ഞാൻ നിർത്തുമെന്നാണോ ചോദിച്ചാ? ആളെ ഒറ്റ പറത്താക്ക ഞാൻ നോക്കി. മതിലേ പോയ. അയ്യോ, ആള് പറമ്പത്തൊക്കെ പോയി. ഇതെന്താ അനങ്ങാത്ത ഇവള്? ആ വന്നു ഒന്ന് എസ്കേപ്പ് അടിച്ചിട്ട് ഇതാക്കി നോക്കി. എനിക്കും വന്നില്ല. വന്നു വന്നു. മിന്നും നെഞ്ചൊടുക്കിൽ തിരയാ. എന്റെ പെട്ടിക്കകത്ത് 7 സ്മോക്ക് ഉണ്ട്. സത്യം വേണം എടുത്തോ. വെടി തന്നെ. അണ്ണ അടുത്ത ട്രാൻസ്പോർട്ടർ കിട്ടിയിട്ടുണ്ടേ. ആ എടുത്ത് വെച്ചോ. സോൺ വരുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ പെട്ടിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റായ നമുക്ക് പോവാം. എനിക്ക് ഇച്ചിരി നേരം ഒന്ന് നോക്കണം. എന്റെ 7 സ്മോക്ക് ആരും അടിച്ചു മാറ്റി. ഇല്ല അത് ഞാൻ ചിലപ്പോൾ എടുത്തായിരിക്കും. ഞാൻ നിന്റെ പെട്ടിയിൽ നിന്നാണ് ലൂട്ട് എടുത്ത് തന്നേരം. ആണോ? പക്ഷെ അവിടെ ഡ്രോപ്പ് ചെയ്തായിരുന്നു കുറച്ച്. അതിൻ്റെ അടിയിൽ കാണും സ്മോക്ക്. രണ്ടും സൂപ്പർ എന്തോ ഡ്രോപ്പ് ആക്കി. പോവാം. റെഡിയാണോ നിങ്ങൾ? എന്നാൽ പോവാം. ഞാൻ സെറ്റ് ഫുൾ സെറ്റ്. ഒരു വണ്ടി മതി. ഇനിയിപ്പോൾ 2 വണ്ടി വേണം. കേറോ? അടുത്ത വണ്ടിയായിരുന്നു. അതടിക്കട്ടെ. അവന്റെ കൂട്ടുകാര് വരുന്നു. ഹോമീസ് ഇല്ല അവന്മാരെ പോയി. എനിക്ക് ചുമ്മാ അല്ല എനിക്ക് ഓടാൻ അവൻ നോർമൽ എത്രയാ? 200 മാക്സിമം. കളിക്കുന്ന എന്റെ ഒരു ഡെഡിക്കേഷൻ കാണണം. എനിക്ക് ഡെഡിക്കേറ്റഡ് പ്ലെയർ ആണ്. ഞാൻ എല്ലാം തീർക്കും. എന്റെ എല്ലാ പരിപാടിയും തീർത്ത് ഞാൻ ഇവിടെ 10 മണിയാകുമ്പോ കത്തില്ല ഇതുവരെ. സോണോട്ടിന് ബ്രീഡായി മരിച്ചു. പോയി എന്താടാ ഇത്? തബല ചെണ്ട തബലയൊക്കെ കുട്ടുന്നവരായിട്ട് അടിക്കുന്നു. ഇവിടെ കുത്തട്ടെ. എവിടെ നിന്ന് അടിക്കുന്നത്? തിരിച്ചു കേറി. എല്ലാരും സേഫ് ആയോ? ഓൾമോസ്റ്റ് ഗ്രില്ലാണല്ലേ. എന്റെ അമ്മേ
കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേട്ട. ഇവിടെ ഉണ്ടായിരുന്നു ഒരുത്തൻ. വിങ്ങും നെഞ്ചൊടുക്കിൽ എവിടാണ് എല്ലോ എന്റെ എല്ലോ തള്ളേ കറക്റ്റ് ഇവിടെ ഉണ്ട്. നോക്കട്ടെ. അവന് കൊണ്ടില്ലേ ഷോട്ട്? ഇതെന്താ കൊള്ളാനത്? അവന് ഷോട്ട് കൊണ്ടിട്ടുണ്ട്. ഗ്രീനിലാണോ? ഇല്ല ഇല്ല അത്